സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷം നടക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് പതാക ഉയർത്തും. നയപ്രഖ്യാപന പ്രസംഗ വിവാദത്തിൽ ഗവർണറുമായി ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന നിലപാട് LDF ഉണ്ടെങ്കിലും രാജ്ഭവൻ സംഘടിപ്പിക്കുന്ന വിരുന്നിൽ ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്ന കാര്യമാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സലീം മാലിക് ചേരുന്നു മറ്റു വിശദാംശങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്ന്. സലീം, ഗുഡ് മോർണിംഗ്. റിപ്പബ്ലിക് ദിനാശംസകൾ പറയൂ. SKN ഗുഡ് മോർണിംഗ്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തിരുവനന്തപുരം നഗരം തലസ്ഥാനം ഒരുങ്ങിക്കഴിഞ്ഞു. സെൻട്രൽ സ്റ്റേഡിയം അതിൻ്റെ എല്ലാ പൂർണ്ണമായ സജ്ജീകരണങ്ങളോടും കൂടി ഇപ്പോൾ എല്ലാ ക്രമീകരണങ്ങളോടും കൂടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൃത്യം 8:30 തന്നെ ഈ ചടങ്ങുകൾ ആരംഭിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും. അതിനുശേഷം പിന്നീട് വിവിധ സേനകളുടെ, അത് സ്കൗട്ട്, NCC തുടങ്ങിയ സേനകളുടെയും പോലീസിൻ്റെയും അശ്വാരൂഢ സേനയുടെയും ഒക്കെ സല്യൂട്ട് ഗവർണർ സ്വീകരിക്കും. അതിന് പിന്നാലെ ഭാരതീയ വായുസേനയുടെ പുഷ്പവൃഷ്ടി ഉണ്ടാകും. ആ നിലയിലുള്ള നിരവധി പരിപാടികളിലൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. പൂർണ്ണമായ സജ്ജീകരണങ്ങൾ, പോലീസിന്റെ നിയന്ത്രണങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കുന്ന കാര്യം, അത് ഇന്നലെ നയപ്രഖ്യാപനത്തിന് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധ്യതയുള്ള 2 പരിപാടികളാണ് എന്നുള്ളത്. ആ പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സാധാരണ ഇന്നത്തെ ഈ റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടിയിൽ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമോ എന്ന് നോക്കുന്നുണ്ട്. കാരണം പതാക ഉയർത്തുന്നത് ഗവർണർ ആയതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്ക് സാധാരണഗതിയിൽ ഇത്തരം പരിപാടികളിൽ കാഴ്ചക്കാരൻ്റെ റോളാണുള്ളത്. കഴിഞ്ഞ തവണയൊക്കെയും കുടുംബസമേതം മുഖ്യമന്ത്രി ഇവിടെ എത്തിയതാണ്. ഈ ചടങ്ങുകൾക്ക് മുഴുവൻ സാന്നിധ്യവും ഉണ്ടായിരുന്നു. ഇത്തവണ ആ നിലയിൽ ഉണ്ടാകുമോ എന്നുള്ളത് വലിയ ആകാംക്ഷയായി നോക്കുന്നുണ്ട്. ഒപ്പം തന്നെ അറ്റ് ഹോം പരിപാടി, ഗവർണർ റിപ്പബ്ലിക് ദിനത്തിൽ നൽകുന്ന ചായ സൽക്കാരത്തിന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവിനെയും ഉൾപ്പെടെയുള്ളവരെയും മന്ത്രിമാരെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിന്റെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ആ നിലയിൽ, മുഖ്യമന്ത്രിയോ അതല്ലെങ്കിൽ മറ്റു മന്ത്രിമാരോ അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുക്കുമോ എന്നുള്ളതും വലിയ രാഷ്ട്രീയ ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്നതാണ്. കാരണം ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗവും അതിനെ തുടർന്നുണ്ടായ നാടകങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഏറ്റവും പ്രധാനമായി വീണ്ടും ഇരുവരും മുഖാമുഖം ഒന്നിക്കേണ്ട 2 ചടങ്ങുകൾ ഇന്ന് ഉള്ളത് കൊണ്ട് തന്നെ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. അത് ഒരു റിപ്പബ്ലിക് ദിന ആഘോഷത്തിന് അപ്പുറത്തേക്കുള്ള പല കാര്യങ്ങളും അത് പങ്കെടുത്താലും ഇല്ലെങ്കിലും ആ നിലയിൽ തന്നെ ചർച്ചയാവുകയും ചെയ്യുന്നതാണ്. പ്രധാനമായും സാധാരണഗതിയിൽ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് മുഖ്യമന്ത്രി റിപ്പബ്ലിക് ദിന പരിപാടിയിൽ പങ്കെടുക്കും. അതേസമയം അറ്റ് ഹോം പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അറ്റ് ഹോമിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പങ്കെടുത്തേക്കില്ല. അതേസമയം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി ആ നിലയിൽ കാണേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അല്പസമയത്തിനകം നടക്കുന്ന പരിപാടിയിൽ, സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN.